വെന്തിട്ടില്ലല്ലോ, വേവണല്ലോ. ഇല്ല, കാര്യമായിട്ട് വലിയ പൂരവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യമായിട്ട് പൂരം പറഞ്ഞു നമ്മൾ ഇരിക്കുന്ന സമയത്ത് പൂരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയി 10 മണിക്ക് വരാറായപ്പോഴോ 9:45 വരാറായപ്പോഴാണ് പൂരം വന്നിട്ടാ. അപ്പയ്ക്ക് അനിയേട്ടനെ കൂട്ടുകാരനും പാടെ കൂടിയിട്ട് പോയി. ഞങ്ങൾ ആ പാറപ്പുറത്തും കൊണ്ടിരുത്തി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നോക്കണത് മാത്രം കണ്ട് വന്ന്. പൂരം നമ്മൾ വരും വരെ പൂരങ്ങളൊന്നും വന്നിട്ടില്ലേ? പൂരങ്ങളൊക്കെ വൈകിട്ട് വന്നിട്ടുണ്ട്. ഉള്ളത് ഒരേ പരിപാടിയല്ല, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. ആകെ ലാസ്റ്റ് നമ്മൾ വരാൻ നേരത്താണ് ആ വേഷങ്ങൾ വന്നത്. കരടി, അത് രസം. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങളവിടെ നിക്കുക കേട്ടോ. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ലേ പൂ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും പോടെ. അപ്പൊക്ക് എന്തോ കൈവരി ഉള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ ഇന്നലെ ഒക്കെ പുഴയെ പെട്ടേന്. ചെറിയൊരും വലിയൊരും ഒക്കെ പുഴയ്ക്കും. അല്ല, അത്ര നേരം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഇവിടെ വേലയാണ്. അപ്പം അത് കാരണം ഏട്ടന് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ. എന്താ കുറേ പേര് ചോദിച്ചിരുന്നു ഞങ്ങളുടെ വേല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. മൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫോണൊക്കെ എടുത്തിട്ട് പോയി. ഇനി ഉച്ചയ്ക്ക് നമ്മുടെ ഇവിടെ വേലുണ്ട്. പറ്റി കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഈ കൊട്ടില്ലേ, കൊട്ടിങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് താമ്പോലം. താമ്പോലം തന്നെ സംഭവം. അതാ തമ്പോലം പറയുന്നത്. പക്ഷെ നമ്മുടെ അല്ലേ തായ എന്താ ഈ കൊട്ടില്ലേ, അതന്നെയാണ് കേട്ടോ നല്ലത്. ബാൻഡ് സെറ്റ് അതേപോലെ ഇതും നല്ലതാ. ബാൻഡ് സെറ്റ് അത് നല്ല. അതൊക്കെ ഇപ്പോൾ ആൾക്കാർ ഒഴിവാക്കിയിട്ടില്ലേ. ഈ പറക്കൊട്ടും കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് എൻ്റെ അമ്മ നെഞ്ചില് കുത്ത് തന്നെ അമ്മ ആദ്യമായിട്ട് അമ്മ നെഞ്ചിൽ കുത്ത്. അമ്മ എന്നിട്ട് എനിക്ക് നെഞ്ചു വേദന എടുക്കുകയാണ്, പൂവമ്മക്ക് പറഞ്ഞപ്പോ എനിക്ക് അമ്മ എന്നിട്ട് പറയാ എനിക്ക് പോവാ. ഒന്നാമത് ഞങ്ങളുടെ അവിടെ അമ്പങ്കുന്ന് നേർച്ചയ്ക്ക് മാത്രമാണ് നമ്മൾ പോവുള്ളൂ. അമ്പങ്കുന്ന് നേർച്ചയ്ക്ക് പോകുമ്പോ ഈ ഒരു കൊട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കൊട്ടുണ്ടായിട്ട് അമ്പങ്കുന്നിൽ കയറ്റിയില്ലല്ലോ. എന്താ ഇങ്ങനെ ചെയ്യില്ല. അവിടെയൊക്കെ മിതമായ രീതിയിൽ ബാൻഡ് സെറ്റ്. ഇപ്പതാ ഇനി ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇന്നും നാളെയൊക്കെ അമ്പകുന്നിക്ക് നേർച്ചയുടെ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും കേട്ടോ. ഇന്ന് എന്താഴ്ചേ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഇന്ന് മുതൽ തുടങ്ങും. നാളെ മറ്റന്നാളൊക്കെ എന്തൊരു രസമായിരിക്കും അതൊന്നും കൂടി വേവട്ടെ. ഇന്നലെ കണ്ടോ ഒരു കുറച്ച് എന്ത് ഒരു മരം മുഴുവൻ ഞാനാ വെച്ചേന്ന്.
ആ ഈ വെച്ച് പിന്നെ കുഴപ്പമില്ല. അമ്മേ പോയി ഈ വെച്ച് പിന്നെ കുഴപ്പമില്ലാതെ പറഞ്ഞാൽ തന്നെ ഇത്ര വലിയ മരം പൊട്ടി അവിടുന്ന് എടുത്ത് മാറ്റി. നേരത്തെ അത് കത്തുണ്ടായിരുന്നില്ലേ? അതാ ചടച്ചു ഞാൻ. അതിനെന്താ, നമ്മളില്ലേ ഉപ്പേരി ഉണ്ടാക്കും, മോരുകൂട്ടാനും ഉണ്ടാക്കും, പപ്പടവും കാച്ചും. ഞങ്ങൾ ഇന്നലെ ചിക്കൻ വാങ്ങിട്ടോ വേലക്ക്. ഇന്ന് ചിക്കൻ വാങ്ങാൻ 2 ദിവസം അടുപ്പിച്ച് ചിക്കൻ ശരിയായില്ല. പെങ്ങളും കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇത്രേ. എന്താ സുഖന്നെ അടുപ്പിനുള്ള പൊട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്. ചോറ് എന്താ ചൂലും കൊണ്ട് അടിക്കലുണ്ട് കേട്ടാ. ചൂല് കൊണ്ട് അടിക്കുന്നില്ല, ഒരു തുണിയും കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. അത് ഞാൻ കൊടുത്ത പണി കേട്ടപ്പത് ആ വലിയ എന്താ മരക്കമ്പ് ഞാൻ അതിൽ കൊണ്ടേ വെച്ചിട്ടാണ് സ്പൂണും കൊണ്ട് കോരിട്ടാ സുഖന്നെ. കൈ കെടുത്തൊക്കെ ഉണ്ടല്ലേ, ചൂടുള്ളല്ലേ. വീട്ടിലത്തെ അമ്മ പോയിട്ടോ. അമ്മയ്ക്ക് രാവിലെ ആയപ്പോഴേക്കും ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്കില്ലേ ഈ കൊട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും വയ്യാതെ ഇല്ലേട്ടാ. ഇന്നലെ രാത്രി എപ്പോഴാ അമ്മ ഒന്ന് കടന്നൊന്നും ചെയ്തില്ല. അമ്മ കൊട്ടില്ല, സൗണ്ട് കേട്ടിട്ടോ. ആ അമ്മയാണ് കൊട്ടുക. അമ്മയ്ക്ക് ഈ ഭക്ഷണമൊക്കെ പറഞ്ഞു വെച്ചാലില്ലേ അമ്മ കണ്ടമാനൊന്നും കഴിക്കില്ല. ഇന്നലെ ഞാൻ തന്നെയാണ് ഇതുണ്ടാക്കിയത്. എന്തെന്നറിയോ, ഒരു 12 മണിയായപ്പോൾ സുകന്യെ ചായ വെക്കുക പറഞ്ഞു. ചായ വെച്ച് ചായ കുടിച്ചു. അതിലമ്മയ്ക്ക് എന്തോ ശരിയായില്ല. ഇന്നലെ വയറൊക്കെ വീർത്ത് ഗ്യാസൊക്കെ നിറഞ്ഞ് ഇന്നലെ രാത്രിയിൽ എപ്പോഴൊന്നും ഉറങ്ങിക്കണെന്നറിയോ, അവിടെ TV എൻ്റെ മുന്നിൽ ഇരുന്നിരുന്നു. എന്നിട്ട് എന്താ ഗ്യാസിൻ്റെ മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പെരുംജീരകം കഴിച്ചു, ചൂടുവെള്ളത്തിൽ ജീരകം ഇട്ടിട്ട് കഴിച്ചു. ആകപ്പാടെ ഇന്ന് രാവിലെ പാൽ ചായ കുടിച്ചില്ല, കട്ടൻ ചായ മതിയോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇന്നലെ പൂരത്തിന് പോയി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പറയണു നെഞ്ചൊരു കനം തോന്നണു. എനിക്ക് പൂരം കണ്ടിട്ട് ശരിയായില്ല. വാലണ്ടി എന്താ എന്താ കഥ? റോസ് ഡേ കഴിഞ്ഞു. അതിന്റെ കുറവുണ്ടാകുന്നത് സുകന്യെ, നീ നിന്റെ കെട്ടിയോന് എന്താ കൊടുക്കണോ? കെട്ടിയോന് നാളെ ആണെങ്കിൽ നാളെ എന്താ കൊടുക്കുന്നത്? കെട്ടിയോനെ കൊടുക്കണ്ട കേട്ടോ, വേറെ ആരും കൊടുത്തിട്ട് കാര്യമില്ല. പ്രേമിക്കണവർക്ക് കൊടുക്കാനുള്ളതാ. കെട്ടിയോന് പറ്റില്ലേ? ഓ കെട്ടിയന്മാര് കെട്ടിയോളുമാർക്ക് വാങ്ങി തരണേ, അപ്പോഴാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാവും. 100 രൂപയ്ക്ക്, കിച്ചോട്ടന് 50 രൂപയ്ക്ക്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടേ, ഞങ്ങൾക്ക് വായണ്ടേ. 1 കിലോ വാങ്ങിക്കോ കുഞ്ഞിന്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട നീയേ അല്ലേ കുഞ്ഞ്. 1 കിലോ വാങ്ങിക്കോട്ടെ. ഏത് വേലക്ക്? ആരെ വേലക്ക്? കമ്മാളശ്ശേരി കാവിലെ വേല അല്ലേ? ബാക്കി ഞങ്ങൾക്ക് മാത്രോ? ഞങ്ങൾ രാവിലെ നൂഡിൽസ് ഇനി കഞ്ഞിക്ക് വേഗം. കഞ്ഞിയായി. ഇനിതാ ബീട്രൂട്ടും ക്യാരറ്റും ഉപ്പേരി, മോരും. ഇതെന്താ സൂര്യ ചുരിദാർ പൊളിഞ്ഞിട്ടില്ലല്ലോ, അത് കീറാത്ത പോലെ ഉണ്ടല്ലോ കാണുമ്പോ. നിങ്ങൾ എന്തിനാ അതൊക്കെ ഇതാണ്ടോ അങ്ങോട്ട് തിരിയതാ കണ്ടോ? എന്താണ് എന്താ നമ്മുടെ കുട്ടിച്ചി? എന്താ ചാത്തോ? പെട്ടയിലൊന്നും ഇല്ലാത്തതിന് മൂപ്പരാകെ പെട്ടെന്ന് കരിമി അവിടെ ഉഷാറൊക്കെ പോയതാ നടക്കണം. ഒരു 2 പെട്ടകളെ വാങ്ങിക്കൊടുക്കണം. എന്നാ രാജാവായി അവൻ. അവനാരെ നോക്കാനും ഇല്ല. കുളിച്ച് കഴിഞ്ഞിട്ടാണ് കാളിയും വേലയൊക്കെ കാണാൻ പോവുക. വൃത്തിയിൽ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ കാളവേല കണ്ടിട്ട് എന്താ വന്നാ മതി കേട്ടോ. ഇന്ന് എന്താ നമ്മുടെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് വേല കൊണ്ടുണ്ടല്ലോ. 18 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എല്ലാവരും പാടെ കൂടിയിട്ട് വേല കൊണ്ട് വേണം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്. നമ്മളെന്നാലും വെച്ചേക്കണല്ലോ അല്ലേ? അയ്യോ എനിക്കറിയില്ല മകനെ. വെറുതെ 2ാമത് പല്ലിയേക്കണ്ട അറിയാം, കാരണം പല്ല് തേയ്യണ സാധനമാണ്. പല്ല് അങ്ങനെ ഒരുപാട് തേച്ച് കളിക്കാൻ പാടില്ല, ആവശ്യത്തിന് പല്ല് തേക്കാൻ പാടും. അച്ഛൻ അങ്ങനെയൊക്കെ പറയട്ടോ. നിങ്ങൾ അങ്ങനെ കിച്ചു പല്ല് അങ്ങനെ എപ്പോഴും തേക്കേണ്ടതല്ല പല്ലിട്ടാ.
രാവിലെയും വൈകുന്നേരം എന്തായാലും തേക്കണം കേട്ടോ കിച്ചിട്ടാ. അത്രേ പാടും. അതേപോലെ തോന്നുമ്പോ തേക്കണ്ടല്ലോ. ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞാലും പല്ല് തേക്കണം. ചെറുതായിട്ട് ബ്രഷ് ചെയ്യാനേ പാടും. ഉരച്ചിട്ടേ അച്ഛന്റെ പോലെയൊക്കെ ഉണ്ടാ. എന്റെ പോലെ അതുകൊണ്ട് അനുഭവം കൊണ്ട് ഓരോന്ന് പറഞ്ഞുതരാ. ഓ കുഞ്ഞ് അതാണ് കുളിക്കാത്ര ഉഷാറ് അല്ലേ? കണ്ട കുഞ്ഞിന് പാകപ്പെട്ടില്ലേ ഇപ്പോ? അതാണ് ഓരോ ഇടങ്ങറുകൾ വരുന്ന വഴിയാണ്. തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചിടുന്നുണ്ട്. എന്താണെന്നറിയോ, ഈ ബീട്രൂട്ടും ക്യാരറ്റും ഉപ്പേരി വയ്ക്കുമ്പോൾ ഇതില്ലാതെ ഇത് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ കിച്ചുട്ട മാത്രമേ കഴിക്കുള്ളൂ. തുള്ളി തേങ്ങ ചതച്ചിട്ട് കഴിഞ്ഞ് വെച്ചല്ലേ മറ്റവരും കഴിക്കും. സുഗന്യക്ക് പിന്നെ ഇഷ്ടേയല്ല കേട്ടോ. സുഗന്യ വെറുതെ ഞാൻ കണ്ണും കൊണ്ട് കാണുമോ തന്നെ കഴിയും. എന്താന്നറിയില്ല, ഈ എങ്ങനെ പറയാ, നോക്കിയാ മതി. അല്ലേ ബീട്രൂട്ടിന്റെ കളർ കാണാൻ നല്ല രസമല്ലേന്ന്. ബീട്രൂട്ടിന്റെ കളർ കാണാൻ അടിപൊളിയായിട്ട് കേട്ടോ. നമുക്കൊരു മാലയുടെ മുത്ത് പോലെ ഉണ്ട്. പിന്നെന്താ ഇത്, എന്താ ഇതിന്റെ ചാറും കോഴിയുടെ കഷ്ണം കൂടി ആണെങ്കിൽ നല്ല ഊണേക്കല്ലേ. പാരസെറ്റമോളോ എനിക്ക് അറിയുന്ന ഗുളിക അതാണ്. പിന്നെ വേറെ ഏതാ ഗുളിക? പച്ച കളർ ഗുളികേ? ആവി പിടിക്കാനുള്ള ഗുളികേ? ആവി പിടിക്കാനുള്ള ഗുളികേ? അതെ, എനിക്ക് പച്ച കളറിൻ്റെ അതേ അറിയൂ. പിന്നെ എനിക്ക് ആ 1-2 മരുന്നല്ലേ അറിയൂ. അറിയുന്ന കാര്യങ്ങൾ അത് ഇതിപ്പോ അമ്മ തുടച്ചു കളയട്ടെ. എന്തോന്നാ ബീട്രൂട്ടിന്റെ വെള്ളം അത് ഇതാണ്ടോ എന്താ മാമിന്റെ കളറാണതേ. പേടിക്കൊന്നും വേണ്ട കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ചോരയൊന്നുമില്ല. അതാ അച്ഛന്റെ അവരെന്താ പേടിക്കും? അച്ഛന്റെ കുപ്പായം കെട്ടിത്തന്നല്ലാണ്ട്. നമ്മളിതിക്ക് തേങ്ങ ഇങ്ങോട്ട് ചതച്ചിട്ട് കൊടുക്കും. നീളത്തിൽ ചിലവരിങ്ങനെ അരിയില്ല. എനിക്കത് ഇഷ്ടമാണ്. നീണ്ട് കിടക്കുന്നു. പൊന്നപ്പാ, ചാത്തപ്പനല്ലടാ നീ പൊന്നപ്പൻ ഇല്ലേട്ടാ. പാവന്റെ കുട്ടി. പാവം നോക്ക് പാവം തോന്നുന്നു കേട്ടോ. 2 60 വക കോഴികളെ വാങ്ങണം കൂട്ടിന് കൊടുക്കണവന്. 2 പെട്ടയുടെ വാങ്ങിട്ട് കൂട്ടിന് കൊടുക്കണവന് അറിയാം. മറ്റേത് അവൻ്റെ എന്താ, ഞങ്ങൾക്കില്ലേ ഈ കോഴികൾ ഇങ്ങനെ പോകുമ്പോഴേ കോഴികളെ വളർത്താനുള്ള താല്പര്യമേ പോവാട്ടോ. കോഴികൾ എങ്ങനെ നോക്കിയാലും പോവാ. ചാത്താ, എൻ്റെ കുട്ടി അവിടേക്ക് പോകേണ്ടത് കൂടെ തന്നെ കളിച്ചാൽ മതിട്ടാ. കൂടെ തന്നെ മേഞ്ഞാൽ മതിട്ടാ. കരിമി ഇതാ ബടയണേ. തിന്നാൻ കൊടുത്താലും ഇല്ലേ ഈ ഇതിങ്ങനെ തൂങ്ങിയത് കൊണ്ട് വല്ലാണ്ട് കൊത്തി തിന്നാനും പറ്റാതെ. വയസ്സായില്ലേ. വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറയണ്ട ഈ അങ്ങനെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണ്ട. ചെറുപ്പക്കാരാന്ന് പറ. 5 വയസ്സൊരു വയസ്സാ. നമ്മളെ 42 ദിവസമുള്ള കോഴീനെയാണ് നമ്മള് 2.5 കിലോ വെച്ചിട്ട് കഴിക്കുന്നത്. 5 വയസ്സായവന് 3 കിലോനേ ഉള്ളൂ. കടിച്ചാ തട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ചിറ്റി വല്ലതെടുത്ത് അടിച്ച് പരത്തേണ്ടി വരും. അതിന് നമ്മൾ പിന്നെ കൊല്ലാനല്ലല്ലോ വളർത്തുന്നത്. നാടൻ കോഴിയുടെ കഥ ഞാൻ പറഞ്ഞു, ഇവന്റെ കഥയല്ല പറഞ്ഞു. ഇല്ല കേട്ടോ, അത് എൻ്റെ അമ്മ പറയുന്നേക്കാം. നമ്മൾ ഗോതമ്പില്ലേ, ഗോതമ്പ് സ്ഥിരമായിട്ട് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇവരുടെ ശരീരം ഇളമ്പിക്കും അത്രേ. അപ്പോൾ ചില വീട്ടിൽ 8 വയസ്സ് വരെ ആയ കോഴികളുണ്ട്, അറിയോ? ഇവരോടുള്ള ഈ ഇണക്കവും ഇവരുടെ ചന്തവും കാണുമ്പോൾ നമുക്ക് ഇവരൊന്നും ചെയ്യാൻ തോന്നില്ല. പോയി കഴിച്ചോ ഇനിയേ, എന്താ ചെയ്യ? നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം, നമ്മുടെ വീട്ടിൽ മുറ്റം നിറച്ച് കോഴിയുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേട്ടാ.
ഒന്നൊന്നല്ല, ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസങ്ങള് നമ്മുടെ പിന്നെ കുറേശ്ശായിട്ട് പട്ടി പിടിച്ച് തുടങ്ങിയപ്പോ കമ്മിയായതാ. ഈ എന്താ കുറുക്കനും നായും നല്ല പട്ടി തന്നെ പിടിച്ചിട്ട് പോയിട്ട്. ഇവന്റെ തോണ ഉണ്ടായിരുന്നു, ഈ ചാത്തപ്പന്റെ തോണ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ട്, എന്താ മയിലിന്റെ ഒക്കെ പോലെ ഒരു കോഴി അല്ലേട്ടാ. അതിനൊക്കെ നമ്മൾ എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തിന്നാട്ട് കൊടുത്തതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ ഒരു തൂവല് മാത്രമേ കണ്ടുള്ളൂ. അതെന്താ പിടിച്ചും കൊണ്ട് പോയിന്ന് ഒരു എത്ര വലുതായിരുന്നു എന്നറിയോ അതിനെ. വെള്ളച്ചാത്തുണ്ടായിരുന്നു, അത് കാണാനേ ഏത് കൂടെ പോയെന്ന് അറിയില്ല. എനിക്ക് അച്ഛൻ എടുത്തോണ്ടിരിക്കുന്ന വീഡിയോയിലുണ്ട്, അച്ഛൻ കൈ പിടിച്ചോണ്ടിരിക്കണതുണ്ട്. ശരിയാ, ഉപ്പ് നോക്കട്ടെ. ഇല്ല, പൂരങ്ങളിങ്ങനെ അടുത്തടുത്ത് വന്നാലേ ഭയങ്കര ഇടങ്ങാറാണ് പറയാ. ഒരാഴ്ച ഗ്യാപ്പിലൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമാണ്. ഇതിപ്പോ ഇന്നലെ പോയൊക്കെ ചടച്ചു വന്ന് ഇന്ന് പോകാനും ഇപ്പൊ തോന്നുന്നില്ല. ഒരു സുഖമില്ലാത്ത പരിപാടിയെ പോയി. പിന്നെ ഇപ്പൊ ഇതിപ്പോ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ഒരു ഡേറ്റിന് നടത്തുന്ന പരിപാടിയല്ല. ഞാൻ അതിലൊന്നും മറുപടി പറയണേ ഇല്ല. ഞാൻ മറുപടി പറഞ്ഞാൽ നമ്മൾ രണ്ടാളൊന്നും തെറ്റും. അപ്പൊ തെറ്റണേക്കാളും നല്ലത് എന്താണെന്നറിയോ, മിണ്ടാതിരിക്കാം. മൗനം, എങ്ങനെ പറയാ, മൗനം വിദ്വാന് ഭൂഷണമെന്നോ എന്തോന്ന് പറയില്ലേ. ആ അതുപോലെ ഞാന് മൗനവ്രതം എടുക്കുകയാണല്ലേ സോനി. മിണ്ടരുത്. എന്തായാലും പൂരത്തിന് കൊണ്ടുപോകണം കേട്ടോ. എന്താണ് അധികമുള്ളതൊക്കെ ചെറിയ വെള്ളമുള്ളതല്ലേ, എന്നാ പിന്നെ അതിൽ പൊക്കോളും. പിന്നെ അത് കഴുകണ്ടല്ലോ. ചാത്തപ്പ തങ്ങളെ കളിയാക്കണു. എന്തിനു കളിയാക്കും? ഞാൻ സുവിന്റെ അടുത്തല്ലേ പറഞ്ഞു ചാത്തപ്പൻ എന്താ പറഞ്ഞു. ഒരു പാത്രം വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ചുക്കുവെള്ളം വെക്കണതല്ലേ. ആ എന്താ അമ്മയ്ക്ക് തലതിരിച്ചില് കുറേ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് തലതിരിച്ചിൽ. മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇതാവും. സുകന്യ കുമ്പളങ്ങ മുറിക്കണം, മോരിക്കൂട്ടാൻ. ഇന്നലെ ചിക്കൻ വാങ്ങിയപ്പോൾ എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ? ഇതാർപ്പിളക്ക് കഴിച്ചിട്ട് പരിപാടി. ഇന്ന് ചിക്കൻ വാങ്ങി തന്നാൽ മതി. അങ്ങനെ വേണ്ട, മെല്ലെ കഴിച്ചാൽ മതി പരിപാടി. അതാ അല്ലെങ്കിലേ കോഴിക്ക് വയ്യ, അതിന് ഇടങ്ങരാക്കണ്ടായി. ഇന്നലെ പകുതി വാങ്ങിയിട്ടൊന്നും പകുതി വാങ്ങിയാൽ തന്നെ. അപ്പോൾ 2 ദിവസം ചിക്കനാവില്ലേ? ആ ഇനിയിപ്പോൾ നിങ്ങൾ വിരുന്നുകാർ നിങ്ങളുടെ പെങ്ങൾ വരുമ്പോൾ എന്താ വാങ്ങണേ? അപ്പോൾ ഉരുളക്കിഴങ്ങ് മത്തനും കൊടുത്താൽ മതി. അളിയെ വരുമ്പോൾ മത്തനും കുമ്പളങ്ങ കൊടുക്കുക. എൻ്റെ വീട്ടിലില്ലേ എൻ്റെ അമ്മ മുളക് വറുത്ത പുളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് ചാറ്, മത്തൻ്റെ ഇല വെള്ളം ഇല്ലേട്ടാ. അന്നൊക്കെ ഇന്നും ഞങ്ങൾ ദരിദ്രവാസികളാണ്, അന്നും ഞങ്ങൾ ദരിദ്രവാസികളാണ്. എന്താ ഉള്ളു കുറച്ച് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ചോറ് നല്ല ചോറാവും. കാരണം എന്താണെന്നറിയോ, അമ്മ കൊയ്ത്തിന് പോകുമ്പോൾ നിറച്ച് നെല്ലുണ്ടാവും. നിറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും വീട്ടിൽ നെല്ലുണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. അമ്മ ഒരു കൊയ്ത്ത് കളയായിരുന്നില്ല. അപ്പോൾ നല്ല നെല്ലുത്തരിയുടെ ചോറും പുളിഞ്ചാറും ഒക്കെ ആയിരിക്കും. മുളക് വറുത്ത പുളി, ചക്കക്കുരു ആണോ വെച്ചാൽ ചക്കക്കുരും ചേനത്തണ്ട് അങ്ങനെയൊക്കെയുള്ള കൂട്ടാനുകളായിരിക്കും കേട്ടോ. സാമ്പാറൊന്നും അധികം വെക്കുന്നില്ല വീട്ടിൽ. അമ്മയ്ക്ക് ഒഴിവിട്ടുണ്ടേ. ഇപ്പോഴേ മിണ്ടുമ്പയ്ക്കും ആൾക്കാർക്കില്ലേ മരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ജീവിക്കണം എന്നുള്ളൊരാഗ്രഹേ ഇല്ല. എന്താ പറയാൻ കാരണം എന്നറിയോ, നമ്മുടെ തൊട്ട വീട്ടിൽ, എൻ്റെ വീടിൻ്റെ തൊട്ട് ഒരു തൂങ്ങി മരണപ്പെട്ടു അത്രേ. അപ്പോൾ എന്താണ് കാരണം എന്നൊന്നും ഇപ്പം മനുഷ്യന്മാർക്ക് ഒരു ക്ഷമയില്ല, ഒന്നുമില്ല. അതേപോലെ വ്ളോഗർ കണ്ടില്ലേ, ഒരു പെൺകുട്ടി, എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. അതിന് നമുക്ക് ദൈവം ഒരു കോസർവുകളും തന്നിട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ ദൈവം കൈയുണ്ട്, കാലുണ്ട്, നമുക്ക് കണ്ണുണ്ട്, നമുക്ക് പണിക്ക് പോകാൻ ആരോഗ്യമുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തിനാണ് കൊടുത്ത 2 ആളുകൾ കണ്ടിട്ടില്ലേ വിദേശത്ത് അവിടെ ഇങ്ങനെ
മോട്ടിവേഷൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഇട്ടായിരുന്നു. അവർ രണ്ടാളും ഭാര്യയും ഭർത്താവും കൂടി തമ്മിൽ തല്ലു പിരിഞ്ഞു പറഞ്ഞിട്ട് കണ്ടില്ലേ? വിദേശത്തുള്ള ഒരു മുട്ടയൊക്കെ അടിച്ചിട്ട് ഒരാൾ അവരും അവരുടെ ഭാര്യയും കൂടി തമ്മിൽ തല്ലൂടി പിരിഞ്ഞു കണ്ടില്ലേ? എപ്പോ? അവർ കംപ്ലീറ്റ് ഭർത്താവിന് ഉമ്മ കൊടുത്തിട്ട് എത്ര ദിവസമായി എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു സ്ത്രീ അച്ചാർ ബിസിനസ് ഒക്കെ നടത്തുന്നതില്ലേ? എനിക്കറിയാം, അച്ചാറ് കച്ചവടം മീൻ കച്ചവടം ഒന്നും എനിക്കറിയില്ല. അപ്പൊ അവര് തമ്മിൽ തല്ലൂടി എന്തിനാണ് ഞാൻ പറയണേ, നമ്മളൊന്നും ഒരാളുടെ അടുത്ത് നമ്മളില്ലേ ഇപ്പൊ ഭാര്യയും ഭർത്താവ് വേണമെന്ന് വെച്ചാലും ഭർത്താവ് നമ്മൾ അങ്ങനെ നോക്കും, അല്ലെങ്കിൽ ഭാര്യ നമ്മൾ എങ്ങനെ നോക്കുന്നു ചിന്തിക്കാതിരിക്കുക. നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ തുടങ്ങി പറ്റില്ലേ അല്ലേ? കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ ജീവിതം കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുക എന്ന് പറയില്ലേ. ആരും ഉണ്ടായിരുന്നില്ല, ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പട വെട്ടി ഞങ്ങളെ ലേട്ടാ ഇന്നും ഞങ്ങളെ എങ്ങനെ പറയുക, ആരുടെ കീഴിൽ നിൽക്കാതെ നല്ല രീതിയിൽ അവർക്ക് വയ്ക്കണ പണിയെടുത്ത് അവർ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയൊരു നമുക്ക് കാണേണ്ട ഒരു കാഴ്ച, കാണേണ്ടല്ല പഠിക്കേണ്ട ഒരു പാടാണ് എൻ്റെ അമ്മ. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഓരോ കാര്യത്തിനും. ആരിനിപ്പോൾ അവിടെ ദ്രോഹിച്ചോട്ടെ, ആരൊറ്റപ്പെടുത്തിക്കോട്ടെ, അമ്മ പറയും ഞാൻ ഒറ്റയ്ക്കാണ് ജനിച്ചു വന്ന്, ഞാൻ മരിച്ചു പോകുമ്പോഴും ഒറ്റയ്ക്കാണ് പോവുക, ഞാൻ ആരും കണക്കൂട്ടണില്ല എന്ന് പറയും. നിങ്ങളെയും കണക്കൂട്ടണില്ല. ഇപ്പം ഞാനൊക്കെ അമ്മയുടെ അമ്മ പണിക്ക് പോകണ്ട അമ്മ ഇനി വെറുതെ ഇരുന്ന് പറഞ്ഞാൽ നിൻ്റെ ചിലവിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കണില്ല, നിൻ്റെ ആങ്ങളമാരുടെ ചിലവിൽ കഴിയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇത്രയും കാലം പണിയെടുത്ത് ജീവിച്ചു, ഇനിയുള്ള കാലം ഞാൻ പണിയെടുത്ത് ജീവിക്കും പറയും. ആ ഒരു മനുഷ്യൻ പതറിപ്പോണെന്നുള്ളതൊന്നും മനസ്സിലാവണില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണേ, കാരണം എത്രയേ കാലങ്ങൾ വയസ്സായി നമുക്ക് വയ്യ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാരണമൊക്കെ നമ്മൾ മരണപ്പെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇന്നത് കാരണമല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സമാധാനിക്കാം. ഇതൊരു കാരണമില്ലാണ്ട് പെട്ടെന്നൊരു ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ആ കുടുംബം അനുഭവിക്കുന്ന വേദന അതൊന്നും തീർത്താൽ തീരില്ല പറഞ്ഞില്ലേ. ചിലപ്പോൾ ഉള്ളു തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ ലേട്ടാ. ഉള്ളു തുറന്ന് നമ്മളില്ലേ എന്ത് കാര്യം ഉള്ളു തുറന്ന് സംസാരിച്ചു നോക്കുക. എന്നെ എല്ലാവരും പറയും, ആൾക്കാർ ഫുള്ള് എന്താ പറയുന്നറിയോ, പ്രസിക്ക് ഒന്നും മനസ്സിൽ വെക്കാറിയില്ല, പ്രസി എപ്പോഴും ഉള്ളു തുറന്നല്ല വർത്താനം പറഞ്ഞോ, കയ്യിലൊക്കെ തന്നോ അറിയാ. പറയണ്ട, ഒന്നും പറയണ്ട, മനസ്സിലുണ്ട്, അത് പുറത്തു പറയാൻ പറ്റുന്നല്ലാതെ. അതാണ് പ്രശ്നം. പക്ഷെ ഞാൻ എന്ത് കാര്യമില്ലേ, അതങ്ങനെ തന്നെ സുകന്യെ, നമ്മുടെ സങ്കടങ്ങൾ ഒരാളത്ത് പറഞ്ഞല്ലേ, അവരത് സങ്കടങ്ങളായിട്ട് എടുക്കല്ലേ. അപ്പൊ അവര് അത് പരിഹസിക്കണവരുണ്ടാവും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പരിഹസിക്കണവരുണ്ടാവും, നമ്മളെ കുറ്റം എല്ലാവരോടും ഒരേ മനസ്സോടെ കണക്കാക്കി പറയാൻ പറ്റും സുകന്യെ. പക്ഷെ ഞാൻ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞോട്ടോ, ഞാനൊക്കെ റീലാക്കി ഇങ്ങനെ വീഡിയോ ഇടാം. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പറയട്ടോ, ഞാൻ ആരോടും പറയൊന്നുമില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് ദേഷ്യം വന്നാലേ ഞാനത് പൊട്ടിത്തെറിച്ചിട്ട് അപ്പം അത് കാണിക്കും. അപ്പം തന്നെ എൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞു വെച്ചാൽ അപ്പം പൊട്ടിത്തെറിക്കും. അതേപോലെ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞു വെച്ചാൽ ഞാനത് കാണിക്കുകയും ചെയ്യും. ഞാൻ ആരോട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ ഫോൺ വിളിക്കുമ്പോൾ 2 ചാട്ടം ചാടി കഴിഞ്ഞു വെച്ചാൽ എനിക്കൊരു മനസ്സിന് സമാധാനം, അമ്മ 2 തെറി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സമാധാനം. അതാണ് ഞങ്ങളുടെ ഒരു ഇത് പറഞ്ഞില്ലേ. അധികം അനിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയട്ടോ. അപ്പം അമ്മ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവിടെ ആ പ്രശ്നങ്ങൾ അവിടെ തീരും. പക്ഷേ ഇല്ലേ, മരിക്കേണ്ട ഘട്ടങ്ങൾ വരും, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഘട്ടങ്ങൾ വരും. ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകട്ടോ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു നിമിഷം നമ്മൾ അംഗീകരിക്കുന്നവർ അംഗീകരിച്ചോട്ടെ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, അല്ല നമ്മൾ വെറുക്കണവർ വെറുത്തോട്ടെ ലേട്ടാ. അല്ലാതെ നമുക്ക് ഈ ലോകത്ത് എല്ലാവരും നോക്കി ജീവിക്കാൻ പറ്റും. ഒരാളുടെ സങ്കടം മറ്റൊരാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ സങ്കടം, അത് ഒരാളുടെ സങ്കടമല്ലേ, ആശ്വസിപ്പിക്കുക, അവർക്കൊരു ആശ്വാസമായിരിക്കുക എന്നല്ല, അത് നന്നായിട്ട് ഉള്ളിൽ ചിരിച്ചിട്ട് കേൾക്കുന്നൊരു അപ്പുറത്ത് പോയിട്ട് എൻ്റെ ഇരട്ടിയായിട്ട് പറയും. 32 വയസ്സാവുമ്പോഴേക്കും ജീവിതം മടുക്കാൻ എന്താണ് കാരണം? ദൈവം പേടിച്ചിട്ട് ഒരാളുടെ സംസാരിക്കാൻ മടിയായി ഇപ്പം എല്ലാവർക്കും. അതുകൊണ്ട് അവരെ പ്രശ്നം മരിച്ചവരുടെ പ്രശ്നം നമുക്കറിയില്ല കേട്ടോ, അറിയില്ല എന്താണെന്നൊന്ന് ഞാൻ പറയുക. കാരണം പക്ഷേ ഈ പറഞ്ഞ ഒരാളോട് മനസ്സ് പറഞ്ഞ് സംസാരിക്കാൻ ഒരു അവസരം ഇല്ലാതെ ആയിരിക്കാം. അയ്യോ, കാരണം ജീവിതം ചിലൊരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമാവും, ചിലൊരു കുടുംബ പ്രശ്നങ്ങളായിരിക്കും.
ഞാൻ പറഞ്ഞില്ലേ സമ്പത്ത് ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. കാണുന്നവർക്ക് അഭിപ്രായം പറയാ കുറ്റം പറയുകയൊക്കെ ചെയ്യാം. എളുപ്പാണ്. ജീവിച്ചു മുമ്പ് 100,000 പ്രശ്നങ്ങൾ 100,000 കാര്യങ്ങൾ ഉണ്ടാവും. സത്യം. നമ്മളിപ്പോൾ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യ അല്ലെങ്കിൽ അച്ഛനമ്മ, ചിലപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു രീതിയിൽ ചിലപ്പോൾ നമ്മൾ എന്താ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും, പനിയത്തിയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് ഒരു ചിരിച്ചിട്ട് വിടുക എന്നല്ലാതെ അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്ത് വലിയ പ്രശ്നങ്ങളാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏതൊരു കുടുംബത്തിലും ഇല്ലേ പെട്ടെന്ന് താളപ്പഴകൾ വരും. അങ്ങനെ ചെയ്യാം. അപ്പൊ നാളെ കാണാം. അതല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരോട് പറയാ എന്താണെന്നറിയ പറയണത്, നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ അച്ഛനമ്മമാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, അതേപോലെ നമ്മുടെ ഭാര്യ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. തിരിച്ച് ജീവൻ ഭർത്താവ് ഞാൻ പറഞ്ഞു ഭർത്താവേ ഇന്ന് ഞങ്ങൾ രണ്ടാളും ഒരേ കളർ ഡ്രസ്സാണ് കേട്ടോ. ഏട്ടനൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങള് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരേ കളർ ഡ്രസ്സാകുമ്പോ പിന്നെ അത് കണ്ടാ പോരെ. ഈ ഒരു കളർ ബനിയനാണ് അവിടെ ഇട്ടേക്കണത്. അതെങ്ങനെയാണെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ സൂന്യെ? അപ്പോൾ അല്ല, ഞാൻ കളിയായിട്ട് പറയല്ല കേട്ടോ. കാരണം കൂട്ടുകാരെ ചിന്തിക്കുക, നമ്മളെ പറ്റി വിഷമിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. നമ്മളതൊന്നും കേൾക്കാണ്ട് മുന്നോട്ട് പോകും മക്കളെ. നിങ്ങൾക്കുള്ള വഴികൾ നിങ്ങളായിട്ട് തുറന്ന് പോവാലേട്ടാ. അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. മത്തനും കുമ്പളങ്ങിയും പാടെ കൂട്ടിയിട്ടുള്ള മോരുകൂട്ടാനും വെക്കട്ടെ കേട്ടോ.